Nios October 2023 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി കോൺടാക്ട് 7561009757. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ NIOSന്റെ എക്സാം തുടങ്ങി അല്ലെ, പൂരം കൊടിയേറി മക്കളെ. മാത്രമല്ല നമ്മുടെ കുട്ടികൾ, ബാസ് സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മുടെ അക്കാഡമിക്സിലുള്ള കുട്ടികൾ, നമ്മുടെ ക്രാഷിലുള്ള കുട്ടികൾ, അവർ എത്ര ആത്മവിശ്വാസത്തോടെയാണോ പരീക്ഷ ഹാളിലോട്ട് പോയത്, അതിലേറെ ഇരട്ടി സന്തോഷത്തോടെയാണ് പരീക്ഷ ഹാൾ വിട്ടിറങ്ങിയിട്ടുള്ളത്. കാരണം എന്താ, നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യൻസ് ആ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ചുമ്മാ പറയുന്നല്ല, ഇത് നോക്കൂ. നമ്മൾ തന്ന മെറ്റീരിയലും നിങ്ങൾ ഇന്ന് എഴുതിയ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കൂ മക്കളെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വന്നോ? അതാണ് കോൺഫിഡൻസ്. വെറുതെ പറയില്ല. കഴിഞ്ഞ പ്രാവശ്യം ബാസ് ക്രാഷ് കോഴ്സ് ഏപ്രിൽ 2023 എന്റെ മക്കളോട് പറഞ്ഞു, അവർ കേട്ടു, പരീക്ഷ എഴുതി പാസ്സായി, നിങ്ങളും വിജയിക്കും. ഇത് തുടക്കം മാത്ര, നിർത്തുന്നില്ല. ഇനിയുള്ള എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രം നിങ്ങൾ പഠിക്കുക, അത് മാത്രം ഫോക്കസ് ചെയ്യുക. വേണമെങ്കിൽ കൂടുതൽ പഠിക്കാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് തന്ന ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങൾക്ക് തന്ന Q&A, ഞാൻ നിങ്ങൾക്ക് തന്ന മെറ്റീരിയൽ, എന്റെ ക്ലാസ്സുകൾ, അത് നിങ്ങൾ ഫസ്റ്റ് പഠിച്ചതിന് ശേഷം നിങ്ങൾ കൂടുതൽ പഠിച്ചോ. ഞാൻ തരുന്നത് ഇതാണ്. ഈ ഒരു റിയാലിറ്റിക്ക് വേണ്ടിയിട്ട് മക്കളെ ഞാൻ നിങ്ങൾക്ക് മെറ്റീരിയൽ തയ്യാറാക്കി തന്നിട്ടുള്ളത്. എനിക്ക് വേണ്ടത് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് പരീക്ഷ എഴുതിയ കുട്ടികൾ എല്ലാവരും വിജയിക്കണം. ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്നില്ല. റിസൾട്ട് വരുമ്പോഴും ആ വിജയം നിങ്ങൾക്ക് കിട്ടും. ഇനി അത് മാത്രം പോരാ, പരീക്ഷ എഴുതുന്ന രീതി എന്താന്നുള്ളത് നമ്മൾ പരിചയപ്പെടണം. അപ്പോ ഇനിയും പഠിച്ചു തുടങ്ങിയില്ല, എന്താണെന്ന് അറിയില്ല, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളെ, അവിടെ നിങ്ങൾക്ക് തന്ന റിവിഷൻ ക്ലാസ്സുകൾ വീണ്ടും അറ്റൻഡ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള പരീക്ഷകളിൽ ഞാൻ തന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വീണ്ടും നിങ്ങൾ പരീക്ഷ എഴുതുക, മോഡൽ എക്സാം എഴുതുക. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പാസ്സാവാനും അതിൽ കൂടുതലുള്ള മാർക്കുകൾ ലഭിക്കും. അത് നിങ്ങൾ ചെയ്തിരിക്കണം. അത് ചെയ്താൽ പിന്നെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല, വിജയം ഉറപ്പാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ക്രാഷിൽ പഠിക്കുന്ന കുട്ടികളാണേലും ഞാൻ തന്ന വീഡിയോസ്, എന്റെ Q&A സെഷൻസ്, വരുന്ന മോഡൽ എക്സാം, അത് മാത്രം അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് സമയം പരിമിതി ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഏറ്റവും കുറച്ച് കാര്യങ്ങൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക് ലഭിക്കുന്ന രീതിയിൽ നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുള്ളത്. സോ മക്കളെ, ആ ഒരു കാര്യം തന്നെ എല്ലാവരും ഫോളോ ചെയ്യാം. ഇനി ആരെങ്കിലും ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വിഷമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാം. ഇനി വരുന്ന പരീക്ഷയിലും നിങ്ങൾക്കും പാസ്സാവാൻ പറ്റും. ഇത് വലിയൊരു ബാലി കയറാൻ മലയല്ല, വെരി ഈസി. NIOS examination is very easy and everyone can pass, everyone should pass, everyone will be pass. എല്ലാവരും പാസ്സാവും, തോൽവി ഇവിടെ ഇല്ല. കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ മക്കളെ, ഇനി അങ്ങോട്ടും ഈ കണ്ടന്റ് മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. അതിന്റെ കൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾ എങ്ങനെ എക്സാമുകളിൽ പ്രവേശിക്കണം, എങ്ങനെ പരീക്ഷ എഴുതണം, ഈ എക്സാം വാലിഡേറ്റ് ചെയ്യുന്ന അധ്യാപകന് അല്ലെങ്കിൽ അധ്യാപികയ്ക്ക് എങ്ങനെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് തരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യം പറഞ്ഞു. എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് എഴുതിയാൽ മതി. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ട്, അത് അങ്ങോട്ട് പോയിട്ട് എഴുതണം. എഴുതാൻ പോകുമ്പോൾ എന്ത് എഴുതണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എന്റെ കുട്ടികൾ, എന്റെ എല്ലാ വിദ്യാർത്ഥികൾ, ഞാൻ എടുക്കുന്ന ക്ലാസ് കാണുന്ന, എന്നെ ഫോളോ ചെയ്യുന്ന എന്റെ ഓൾ സ്റ്റുഡൻസ്, പ്ലീസ് ലിസൺ. നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ കണ്ടന്റ് ഒക്കെ പഠിച്ചു, സാറ് പറഞ്ഞത് പഠിച്ചു, പരീക്ഷ എഴുതാൻ പോവുക. പക്ഷെ പരീക്ഷ ആള് ചെല്ലുമ്പോ കൈയും കാലും വിറക്കുകയാണ്. സാറേ, ആദ്യമായിട്ടാണ് പരീക്ഷക്ക് കുറെ കാലത്തിന് ശേഷം പോകുന്നത്, ആ ടെൻഷൻ എനിക്കുണ്ട്, എന്ത് ചെയ്യും? നിങ്ങളെ കൈയും കാലും വിറക്കണ്ട. കാരണം പഠിക്കാത്തവനോ അല്ലെങ്കിൽ കൂടുതൽ പഠിച്ച ആൾക്കാർക്ക് വിറക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മുടെ കുട്ടികളൊക്കെ ആവശ്യത്തിന് മാത്രം സമയം കണ്ടെത്തി പഠിക്കുന്നവരായതുകൊണ്ട് നിങ്ങളുടെ കൈയും കാലും വിറക്കില്ല. കാരണം നിങ്ങളുടെ അടുത്ത് പരീക്ഷയ്ക്ക് വരുന്ന കണ്ടന്റ് ഉണ്ട്, അത് കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ആയിട്ട് പോകുമ്പോൾ എക്സാം ഹാളിൽ കയറാം. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, അവർക്ക് ടെൻഷൻ ഉണ്ടാവും. നിങ്ങൾ കേൾക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ആദിൽ സാറിന്റെ പിള്ളേരാണ് എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞേക്ക്, ആ പ്രശ്നം അവിടെ തീർന്നു. ഓക്കെ, ദെൻ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാർക്ക് വെയിറ്റേജ് നോക്കുക. 3 മണിക്കൂറിന്റെ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഏറ്റവും ബിഗ് മാർക്ക് ക്വസ്റ്റ്യൻസ് എവിടെ വരുന്നു നോക്കുക.
പിന്നാമ്പുറം ബാക്ക് സൈഡ് പോകുമ്പോൾ കൂടുതൽ മാർക്കാണ്. ഫസ്റ്റ് 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ നിങ്ങൾ 3 മണിക്കൂറിന്റെ പരീക്ഷ 2.25 മണിക്കൂറിൽ തീർത്താലുള്ളൂ ഇതെല്ലാം കൂടെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം കിട്ടുക. അതുകൊണ്ട് തന്നെ വലിയ ക്വസ്റ്റ്യൻസിന് കൂടുതൽ മാർക്ക് കൊടുക്കുക, ചെറിയ ക്വസ്റ്റ്യൻസിന് മാർക്ക് കുറച്ച് കൊടുക്കുക. ഒരിക്കലും സമയം കിട്ടിയില്ല സാറ് പറഞ്ഞതൊക്കെ വന്നു, അതുകൊണ്ട് ഇപ്പൊ എന്താ കാര്യം? പക്ഷെ എഴുതാൻ പറ്റിയില്ല. എഴുതാൻ പറ്റാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്, അത് പാടില്ല. അതിനാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. പറഞ്ഞു തന്നു, കണ്ടന്റ് വരും, പക്ഷെ എഴുതും കൂടെ വേണം. ഫാസ്റ്റ് ആക്കി എഴുതുക. അതിന് എനിക്ക് ആദ്യം വേണ്ടത് പേപ്പർ പ്രസന്റേഷൻ ആണ്. പേപ്പർ പ്രസന്റേഷൻ വേണം. എന്താ അറിയോ, ഞാനാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് വാലിഡേറ്റ് ചെയ്ത് നോക്കുക. ഉദാഹരണം, അങ്ങനെയാണെങ്കിൽ എന്നെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഞാൻ ഫുൾ മാർക്ക് ഇട്ട് തരും. ഇംപ്രസ് ചെയ്യൂ, എന്നെ ഇംപ്രസ് ചെയ്യൂ. അതെങ്ങനെ സാറിന് ഇംപ്രസ് ചെയ്യാം? ഞാനല്ല, ഇവാലുവേഷൻ ഓഫീസറെയാണ് ഇംപ്രസ് ചെയ്യേണ്ടത്, എന്നെ ഇംപ്രസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് നോക്കാം ഈ ഇംപ്രഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ആ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒന്നുമില്ല മക്കളെ, നിങ്ങൾക്ക് അറിയുന്നത് അറിയാത്ത കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതാൻ പറ്റും. പക്ഷെ വളരെ പ്രൊഫഷണൽ ആയിട്ട് എഴുതണം. പറഞ്ഞു തരാം, നോക്കൂ. പേപ്പർ പ്രസന്റേഷൻ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം ഹാൻഡ് റൈറ്റിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യം നല്ല വൃത്തിയിൽ എഴുതും. അറിയുന്ന ചോദ്യമല്ലേ, എന്താ പ്രശ്നം? എഴുതാലോ. അപ്പുറത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല, അതിന്റെ അപ്പുറത്തെ ക്വസ്റ്റ്യൻ കുറച്ചറിയാം, അതിന്റെ അപ്പുറത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ പ്രശ്നം. അപ്പോ അറിയുന്ന ക്വസ്റ്റ്യൻ വൃത്തിയിൽ എഴുതിയ അടുത്തത് എന്ത് ചെയ്യും? അറിയാത്ത ക്വസ്റ്റ്യൻ ഡോക്ടേഴ്സ് പേഷ്യൻസിന് ലിസ്റ്റ് എഴുതി കൊടുക്കുന്നത് പോലെ ഒരിക്കലും മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങൾ എഴുതും. എന്താ കാര്യം? ആദ്യം വൃത്തിയിൽ എഴുതിയ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിന് ഒരു ഇംപ്രഷൻ ഉണ്ട്. അപ്പുറത്ത് നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ഞാൻ വായിക്കണ്ട എഴുതിയിട്ട് എഴുതിയാൽ തീർച്ചയായിട്ടും മാർക്ക് കിട്ടൂല. അതിനും കിട്ടൂല, അതിന്റെ അപ്പുറത്തുള്ളിനും കിട്ടില്ല. കാരണം നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലേ? ഒരിക്കലും വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകൻ അല്ലെങ്കിൽ ഓഫീസർക്ക് നിങ്ങൾ പഠിക്കാത്ത കുട്ടി എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ട, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട, അവർ നോക്കട്ടെ. ഓക്കെ, അപ്പോ നമ്മൾ അറിയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതിയോ അതുപോലെ തന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ചെയ്താ അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. പേപ്പർ പ്രസന്റേഷൻ ഹാൻഡ് റൈറ്റിംഗ് പറഞ്ഞ പോലെ അറ്റൻഡ് ഓൾ ദ ക്വസ്റ്റ്യൻസ്. എല്ലാ ചോദ്യങ്ങളും അങ്ങോട്ട് എഴുതുക. 1, 2, 3, 4, 5 അങ്ങോട്ട് എഴുതുമ്പോ 1 കഴിഞ്ഞിട്ട് 6, 6 കഴിഞ്ഞ് 12, 12 കഴിഞ്ഞ് 18 അങ്ങനെ വേണ്ട. അപ്പൊ നോക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോ ദേഷ്യം വരും. അപ്പൊ നിങ്ങളെ മാർക്ക് പോകാൻ പാടില്ല. അത് വേണ്ട. നിങ്ങൾ ഒരു ഓർഡറിൽ എഴുതൂ. അറിയാവുന്നത് അറിയാത്തത് ഇതൊക്കെ എഴുതാൻ ആകെ 3 മണിക്കൂറുള്ളൂ. ആലോചിച്ച് വീട്ടിൽ പോയിട്ട് വന്ന് എഴുതാനൊന്നും പറ്റൂല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ 1 മുതൽ അങ്ങോട്ട് എഴുതുകയാണെങ്കിൽ ആ ഓർഡറിൽ എഴുതുക. അറിയുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതുക, അറിയാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യൂ. ആ ഒരു ക്വസ്റ്റ്യൻ ഏത് പാഠത്തിനാ വന്നെന്നുള്ളത് നോക്കുക. ഏത് പാഠത്തിനാ വന്നെച്ചാൽ ആ പാഠത്തിൽ നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഉണ്ടാവില്ലേ? ഓക്കെ, അങ്ങനെ കൺഫ്യൂഷൻ അടിക്കുന്ന കുട്ടികൾക്ക് ആദിൽ സാറിന്റെ ആടും തെങ്ങും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അറിയാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ആടിനെ കെട്ടിയ തെങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങളുടെ ചോദ്യം ആടാണെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല, തെങ്ങ് എവിടെയെന്ന് അറിയില്ല, നിങ്ങൾക്കറിയാവുന്ന ഒരു തെങ്ങിൽ നിങ്ങൾ കൊണ്ടുപോയി കെട്ടാം. ഓക്കെ, ആടിനെ കെട്ടിയ തെങ്ങിൽ തേങ്ങയുണ്ട്, ഇലയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയാം. അതൊക്കെ ശരിയായിരിക്കും. അപ്പോ ഞാൻ പറയട്ടെ, അറിയുന്ന ക്വസ്റ്റ്യൻസ് നല്ല വൃത്തിയിൽ എഴുതിയ കുട്ടികളെ അറിയാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ എഴുതൂ. ഫിൽ ഓൾ ദി ക്വസ്റ്റ്യൻസ്. അതുപോലെ ഒരിക്കലും തെറ്റി എന്ന് പറഞ്ഞ് വെട്ടി ഇങ്ങനെയൊന്നും പോരരുത്, ഇംപ്രഷൻ പോവും. വെട്ടണ്ട, തെറ്റിയാട് തെറ്റിക്കോട്ടെ, നിങ്ങൾ വെട്ടണ്ട, അതങ്ങോട്ട് എഴുതുമോ, ബാക്കി കണ്ടിന്യൂ ചെയ്യൂ. അതുപോലെ തന്നെ 1 അറിയാം എഴുതി, 4 അറിയാം എഴുതി, 5 അറിയാം എഴുതി, 6 അറിയില്ല, 6 അറിയില്ല, 7 അറിയാം. അപ്പൊ ഉണ്ടോ ഇവിടെ ഒരു ഗ്യാപ്പ് വിടണ്ട. മാർക്ക് ഇട്ട് തരണമെങ്കിൽ നിങ്ങൾ എഴുതണ്ടേ? ആ ഇവിടെ പ്രസന്റേഷൻ ഫില്ല് ചെയ്യുക, പേപ്പർ ഫില്ല് ചെയ്യൂ, എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു തരുന്നത്. ഹാൻഡ് റൈറ്റിംഗ് വേണം. ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ എഴുതാതെ നല്ല വൃത്തിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ, തെറ്റാണെങ്കിലും വൃത്തിയിൽ എഴുതും മക്കളെ, മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഞാൻ അടിപൊളിയായിട്ട് എഴുതി സാറേ, പക്ഷെ ഞാൻ തോറ്റുപോയി. ഞാൻ എല്ലാ ചോദ്യം എഴുതി സാറേ, തോറ്റുപോയി. എനിക്കൊക്കെ അറിയുന്നതാ വന്നത്, അതന്നെ എഴുതിയത്, തോറ്റുപോയി. എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്തു, തോറ്റുപോയി. ആ തോറ്റുപോയി എന്ന് പറഞ്ഞ ഉത്തരത്തിന്റെ ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. എഴുതിയ പോരാ, ഞാൻ പറഞ്ഞ പോലെ എഴുതൂ. അവർ ഇംപ്രസ് ചെയ്യിപ്പിക്കൂ. നിങ്ങളുടെ വാല്യുവേഷൻ ചെയ്യുന്ന അധ്യാപകനെ നിങ്ങൾ ഇംപ്രസ് ചെയ്യിപ്പിക്കൂ. സോ മക്കളെ, ഹാൻഡ് റൈറ്റിംഗ് പേപ്പർ പ്രസന്റേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും അത് കളയരുത്. എല്ലാ ചോദ്യങ്ങളും എഴുതുക, ഒരു ഓർഡറിൽ എഴുതുക. അവിടെ ഇവിടെ എടുത്തിട്ട് എഴുതാതെ ഒന്നെങ്കിൽ 1 മുതൽ 26 വരെ എഴുതുക, അല്ലെങ്കിൽ 26 തൊട്ട് 1 വരെ ബാക്കിൽ നിന്ന് മുന്നോട്ട് വരിക. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം അങ്ങനെ എഴുതുക. പക്ഷെ ഇടയിലൂടെ അവിടെ ഒന്ന് ഇവിടെ ഒന്ന് അറിയുന്നത് അറിയാത്തെന്ന് പറഞ്ഞ് നമുക്കറിയില്ല എന്നുള്ള കാര്യം അവർ അറിയിക്കരുത്. ഓക്കെ, സോ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് +2 അപ്പൊ എന്ത് ചെയ്യും? ഇംഗ്ലീഷ് വായിക്കാൻ അറിയണ്ടേ? എന്നാലല്ലേ ഇപ്പൊ എഴുതാൻ പറ്റുള്ളൂ. സാറ് പറഞ്ഞതൊക്കെ പറഞ്ഞു, ഇത് നോക്കി അറിയണ്ടേ? ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല രീതിയിൽ ചോദിക്കും അല്ലെ? ആദിൽ സാർ ആരാന്ന് ചോദിക്കും, ആ സ്റ്റഡി സെന്ററിലെ ആ ക്ലാസ് എടുക്കുന്ന ആളെ ആരാന്ന് ചോദിക്കും, ആ ലൈവിൽ വരുന്ന ആളാരാ ചോദിക്കും, ആ വീഡിയോയിൽ വന്നിട്ട് അലറി വിളിക്കുന്ന ആരാന്ന് ചോദിക്കും. ആര് ചോദിച്ചാലും ഞാനല്ലേ ഉത്തരം ഒന്ന് തന്നെ, ക്വസ്റ്റ്യൻസേ മാറത്തുള്ളൂ. അപ്പോ നിങ്ങൾക്ക് ആദിൽ സാർ ആണെന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ചോദ്യം വന്നത് എന്നെയാണെന്ന് ഉദ്ദേശിക്കുക. ഉദാഹരണം, വാട്ട് ഈസ് സോഷ്യോളജി എന്ന് പറയും. വാട്ട് ഈസ് സോഷ്യോളജി, അല്ലെങ്കിൽ വാട്ട് ഈസ് പൊളിറ്റിക്കൽ സയൻസ്, വാട്ട് ആർ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അനാലിസ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതല്ലെങ്കിൽ ഡിസ്കസ് അബൌട്ട്
ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതല്ലെങ്കിൽ ഡിസ്ക്രൈബ് അബൌട്ട്, അല്ലെങ്കിൽ ബ്രീഫ്ലി ഡിസ്ക്രൈബ് അബൌട്ട്, അതല്ലെങ്കിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ, അങ്ങനെയൊക്കെ ചോദ്യം ചോദിക്കും. പക്ഷേ ചോദിക്കുന്നതൊക്കെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങൾ എന്താന്നുള്ള. ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടോ, ഒന്നെങ്കിൽ അതിന്റെ പോസിറ്റീവ്സ്, അതിന്റെ അഡ്വാൻറ്റേജസ്, അതിന്റെ മെറിറ്റ്സ്, അതിന്റെ പോസിറ്റീവ് എഫക്ട്സ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ്സ്, അതല്ലെങ്കിൽ അതിന്റെ ഡിസഡ്വാൻറ്റേജസ്, അതല്ലെങ്കിൽ അതിന്റെ ഡീമെറിറ്റ്സ് ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. ഒന്നെങ്കിൽ നല്ലത് അല്ലെ, ആദിൽ സാറിന്റെ നല്ലത് പറയൂ, ആദിൽ സാറിന്റെ മോശം പറയൂന്ന് പറഞ്ഞാൽ നല്ലതാ ചോദിച്ചെങ്കിൽ നല്ലത് പറയൂ. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ നല്ല ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എന്താ ഇതാണ് നല്ലത് പറയാം. ഓക്കെ, എന്നാൽ അതിന്റെ ഡീമെറിറ്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവ്സ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള പരിമിതികൾ, ലിമിറ്റേഷൻസ്, അതിന്റെ ഹിൻഡ്രൻസസ്, അതിന്റെ പരിമിതികൾ എന്താണെന്നുള്ളത് പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചു, ഇംഗ്ലീഷ് പദങ്ങളാ. ഈ ഇംഗ്ലീഷ് പദങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുള്ളൂ. അപ്പൊ എന്താ പറഞ്ഞത്? അനാലിസ്, ഡിഫറൻസ്, എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ്, ബ്രീഫ്ലി ഡിസ്ക്രൈബ്. അതുപോലെ തന്നെ പോസിറ്റീവ് എഫക്ട്സ്, ഹിൻഡ്രൻസ്, ലിമിറ്റേഷൻസ്, ആപ്ലിക്കേഷൻസ്, ഡിസഡ്വാൻറ്റേജസ്, അഡ്വാൻറ്റേജസ്, ഡീമെറിറ്റ്സ്, മെറിറ്റ്സ്. ഇതൊക്കെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുള്ളൂ. അതുകൊണ്ട് കാണാപ്പാടം പഠിച്ചോ. ഇതൊക്കെ നിന്നോട്ടെ. ഉത്തരം എഴുതേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണോ, മാരേജ് ആണോ, ഫാമിലി ആണോ, പൊളിറ്റിക്കൽ സയൻസിലെ നാഷൻ ആണോ, നാഷണാലിറ്റി ആണോ, ചോദ്യം മാത്രം. ആ നിങ്ങൾക്കറിയാവുന്ന പദമുണ്ടോ? ഇംഗ്ലീഷ് നിങ്ങൾ കണ്ടുപിടിക്കണ്ട. ആരും ഇംഗ്ലീഷിനെ ഭയക്കണ്ട. ഉത്തരങ്ങൾ മലയാളത്തിൽ എഴുതുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഇംഗ്ലീഷിനെ ഭയക്കണേ? ഏത് ചോദിച്ചു നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞ ചോദ്യം അറിയില്ലെങ്കിൽ മൗലികാവകാശങ്ങൾ എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ. ആ മൗലികാവകാശങ്ങൾ, ആ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഗങ്ങൾ, അറിയാത്ത ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. അറിയുന്നത് മനസ്സിലുള്ളതൊക്കെ എഴുതി വെച്ചോ. സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ബിസിനസ് ഒക്കെ പോലുള്ള പേപ്പേഴ്സ് വെരി ഈസിയാണ് മക്കളെ. നമുക്ക് സോഷ്യലായിട്ട്, നമുക്ക് സമകാലികമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. നിങ്ങൾ എഴുതി കുത്തി നിറക്കൂ, പേപ്പർ ഫില്ലാക്കൂ, ഫുൾ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? പരീക്ഷയ്ക്ക് ഞാൻ കൊടുക്കുന്ന കണ്ടന്റ് ആണ് കിട്ടുന്നത്. കിട്ടിയാൽ മാത്രം പോരാ, ഇതെങ്ങനെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ അത് കൊണ്ടുപോയി പേപ്പറിൽ നിറക്കുന്നു, ആ പേപ്പർ കിട്ടുന്ന വയലേഷൻ ഓഫീസർ എങ്ങനെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ പരീക്ഷയെ നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. ഇത് മാത്രം മതി, നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷ നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കണ്ട. ബാസ് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ അതിൽ കൊടുക്കുന്ന കണ്ടന്റ് മാത്രം ഫോളോ അപ്പ് ചെയ്യുക. ബാസ് ക്രാഷ് കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾ അതിൽ കൊടുക്കുന്ന കണ്ടന്റ് ഫോളോ അപ്പ് ചെയ്യുക. ഇനി ഒരു ക്ലാസ്സും കിട്ടിയില്ല, ഇനിയും പഠിക്കേണ്ടത് എന്നറിയാത്ത മക്കളെ ഉടൻ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുക. താഴെ കൊടുക്കുന്ന നമ്പറിലോട്ട് ഇപ്പൊ തന്നെ വിളിക്കുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾ എല്ലാവരും പരീക്ഷയിൽ വിജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസോട് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.